പവിയുടെ വീഴ്ച കണ്ടതും സിദ്ധുവിന് ചിരിയാണ് വന്നത്. അവൻ ചിരി അടക്കെ പിടിച്ചു മുന്നോട്ട് നടന്നു. വരമ്പത്ത് നിന്നും കണ്ടത്തിലേക്ക് എത്തിച്ചു നോക്കിയപ്പോൾ ഒരാൾ ചെളിയിൽ കുളിച്ചു നിൽപ്പുണ്ട്. വെളുത്ത സാരി ക്രീം കളറിലായിട്ടുണ്ട്. പവി ചമ്മലും ദേഷ്യവും അടക്കി പിടിച്ചു തല ഉയർത്തി സിദ്ധുവിനെ നോക്കി. ഒരാൾ വീണതിൻ്റെ സങ്കടമൊന്നും ആ മുഖത്ത് ഇല്ല എന്നത് കണ്ടതും അവളുടെ ദേഷ്യം ഇരട്ടിപ്പിച്ചു. അവൾ പല്ല് ഞെരിച്ചു. സാരി ഉടുത്ത് വരമ്പിലേക്ക് തനിയെ കയറിപ്പോരാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ അവൾ നിസ്സഹായ അവസ്ഥയോടെ അവനെ നോക്കി. ഇങ്ങ് കയറിപ്പോര്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, അവൻ ഒരീണത്തിൽ പറഞ്ഞു. കാഴ്ച കണ്ടു കഴിഞ്ഞെങ്കിലേ ആ കൈങ്ങ് തന്നൂടെ? പവിയുടെ പറച്ചിൽ കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. കൈ തരാം, പക്ഷേ അതിനു മുൻപേ നീ ഒരു സോറി പറയണം. ഞാനെന്തിനു നിന്നോട് സോറി പറയണം? അവൾ ചോദിച്ചു. എനിക്കിട്ട് പണിയാ നോക്കിയതല്ലേ, സോറി പറഞ്ഞാൽ കൈ തരാം. വേറെ വഴിയില്ലെന്ന് കണ്ടതും അവൾ സോറി പറയാൻ നിർബന്ധിതയായി. സോറി. മിഴികൾ ഉയർത്തി അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞതും സിദ്ധുവിൻ്റെ വലതുകരം അവളുടെ കൈയുമായി മുറുകിയിരുന്നു. ആ നിമിഷം പവിയുടെ ചുണ്ടിൽ നിഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. തൻ്റെ രണ്ടും കൈയും കൂട്ടിപ്പിടിച്ച് അവനെയും വലിച്ച് താഴേക്കിട്ടു. അവൻ്റെ ആ വീഴ്ചയിൽ അവനോടൊപ്പം അവളും ചെളിയിൽ ഇരുന്നു പോയിരുന്നു. ഇരുവരും എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. സിദ്ധുവിൻ്റെ മുണ്ടിലും ഷർട്ടിലും ചെളി പുരണ്ടിട്ടുണ്ട്. സിദ്ധു ചെളി പുരണ്ട തൻ്റെ നെറ്റി അമർത്തി തുടച്ചു. അവളെ ദഹിപ്പിച്ചു നോക്കി. ഞാൻ വീണപ്പോൾ ചിരിച്ചില്ലേ? പവി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും അതുവഴി പാടത്തെ ഒരു പണിക്കാരൻ വന്നതും ഇരുവരെയും അയാൾ കയ്യിൽ പിടിച്ച് കയറ്റി. പിന്നീട് അയാളുടെ നിർദ്ദേശപ്രകാരം ചെളി കഴുകാനായി അവർ തൊട്ടരികിലെ തോടിനരികിലേക്ക് നടന്നു. പവി മുന്നിലും സിദ്ധു പിറകിലും നടന്നു. ഇരുവരും തോടിലിറങ്ങി ചെളി കഴുകുന്നുണ്ട്. അതിനിടയിലാണ് തൻ്റെ ബ്ലൗസിനകത്ത് എന്തോ കയറിക്കൂടിയതായി പവിക്ക് തോന്നുന്നത്. അവൾ തനിക്ക് പറ്റുന്ന പോലെ അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവളിതെന്തോന്നാ, തിരുവാതിര കളിക്കുന്നോ? അവളുടെ പ്രവൃത്തി വീക്ഷിച്ച സിദ്ധു മനസ്സിൽ പറഞ്ഞു. എന്തു പറ്റി? അവൻ കാര്യം തിരക്കി. അത് പിന്നെ ബ്ലൗസിനകത്ത് എന്തോ കയറി കൂടിയിട്ടുണ്ട്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സിദ്ധു അവളുടെ അരികിലേക്ക് നീങ്ങിയതും വേണ്ട എന്നും പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. അന്നേരം ആ സാധനം അവളെ കടിച്ചു. അവളിൽ നിന്നും ശബ്ദം ഉയർന്നു. അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ സിദ്ധു അവളുടെ അരികിൽ ചെന്നു. ബ്ലൗസിൻ്റെ മുൻഭാഗത്തേക്ക് കൈയിടാനൊരുങ്ങിയതും അവൾ ആ കയ്യിൽ പിടുത്തമിട്ടു. അവൻ നെറ്റി ചൊളിച്ചു. അവിടല്ല, പിറകിലാ, അവൾ പറഞ്ഞു. അന്നേരം സിദ്ധു തലകൊലുക്കി അവളുടെ ബ്ലൗസിൻ്റെ പിൻകഴുത്തിലൂടെ തൻ്റെ കൈ കടത്തി. അവളുടെ ശരീരമാസകലം വെട്ടിവിരച്ചു. അവൻ്റെ കൈ അവളുടെ നഗ്നമായ പുറമേനിയിൽ അലഞ്ഞു നടന്നു. അവൾ തൻ്റെ നെഞ്ച് മുന്നോട്ടേക്ക് ഉന്തിപ്പിടിച്ചു. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ ആളെ പിടികൂടി. സിദ്ധു അവളുടെ ബ്ലൗസിനകത്ത് നിന്നും ഒരു വെട്ടുകിളിയെ പുറത്തെടുത്തു അവൾക്ക് കാട്ടിക്കൊടുത്തു. ലവനാണ് എൻ്റെ എതിരാളി, ഇനി മേല ഈ ഏരിയ കണ്ടുപോകരുത് എന്നും പറഞ്ഞു അതിൻ്റെ ദൂരേക്ക് എറിഞ്ഞു. അപ്പോഴേക്കും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോയവർ തിരിച്ചു വന്നത് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായിരുന്നു. ഇരുവരുടെയും വരവ് ചില്ലു മാത്രമേ കണ്ടുള്ളൂ. അവളോട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു ഇരുവരും അകത്തേക്ക് കയറിപ്പോയി. വൈകുന്നേരത്തെ ചായകുടിയും കഴിഞ്ഞു സിദ്ധുവും പവിയും അവിടെ നിന്ന് മടങ്ങി. സിദ്ധുവും പവിയും വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഓമും നന്ദുവും അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അവളോട് സംസാരിക്കാമെന്ന പവിയെ നന്ദു അധികം മൈൻഡ് ചെയ്തില്ല. അത് ഓം ശ്രദ്ധിച്ചിരുന്നു. അന്ന് രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഓമിൻ്റെ കണ്ണുകൾ പവിയെ തേടിയെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും നന്ദുവിൻ്റെ മുഖം ചുളുങ്ങി. നന്ദു പെട്ടെന്ന് കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് പോയി. അത് ഓമും ശ്രദ്ധിച്ചിരുന്നു. ഭക്ഷണശേഷം സിദ്ധുവും ഓമും മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്കൊരുമിച്ചൊരു ഹണിമൂൺ ട്രിപ്പ് അടിച്ചാലോ എന്നതായിരുന്നു സിദ്ധുവിൻ്റെ സംസാര വിഷയം. തനിക്ക് ലീവ് അടിക്കാൻ പറ്റില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി ഓം മറുപടി പറഞ്ഞു. അനിയത്തിയുമായി കുറച്ച് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കിട്ടുമ്പോൾ വേണ്ടെന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. ചേട്ടനും അനിയത്തിയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഒരാഴ്ചയോളം അവൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. ഈ യാത്രയിലൂടെ 2 പേർക്കും കൂടുതൽ അടുക്കാനും പറ്റും. അല്ലെങ്കിലേ ഞാനതിനുള്ള അവസരം ഉണ്ടാക്കിത്തരും. ജോലിയാണോ വലുത്, അനിയത്തിയാണോ വലുതെന്ന് തീരുമാനിക്കുക. ഞാനാണെങ്കിൽ അനിയത്തിയാണെന്നേ പറയുള്ളൂ. സിദ്ധുവിൻ്റെ പതപ്പിക്കൽ കണ്ട് ഓം അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. നീ എന്ത് പറഞ്ഞാലും
ഇപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പ് പറ്റില്ല. അതുമല്ല, ഞാനിപ്പോൾ ഹണിമൂണിൻ്റെ മൂഡിലുമല്ല, ഓം തീർത്തും പറഞ്ഞു. ഓ, മൂടൊക്കെ അവിടെ എത്തുമ്പോൾ വന്നോളൂ അളിയ, സിദ്ധു പറഞ്ഞു. നിന്റെ മൂടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ ചെറുക്ക, നിനക്കതിനുള്ള പ്രായമായിട്ടില്ല. ഈ അളിയൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഒരു ട്രിപ്പ് മൂടില്ല ഞാൻ, അത്രയേ ഉള്ളൂ. സിദ്ധു ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 ദിവസത്തെ കോളേജ് ടൂർ പ്ലാൻ ചെയ്താലോ? ഓം പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, പവിമെക്കല്ലേ, പിന്നെ എങ്ങനെ ശരിയാവും? എന്നാൽ പിന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഒരുമിച്ച് പോവാം. ഓം ഉറപ്പ് നൽകി. കോളേജ് ട്രിപ്പ് ഹണിമൂണാക്കി മാറ്റാൻ എനിക്കറിയാം എന്നുള്ള നിഗൂഢമായ ലക്ഷ്യവുമായി സിദ്ധു തൻ്റെ മുറിയിലേക്ക് നടന്നു. ഓം മുറിയിലേക്ക് വരുമ്പോഴേക്കും നന്ദു ബെഡിൻ്റെ നടുവിൽ കിടന്നിട്ടുണ്ട്. അവൻ്റെ വരവ് കണ്ടിട്ടും അവൾ നീങ്ങിക്കിടന്നില്ല. നന്ദന, കുറച്ചങ്ങോട്ട് മാറിക്കിടന്നേ. ഓം പറഞ്ഞത് കേട്ടിട്ടും അവൾ കേട്ട ഭാവം നടിക്കാതെ അവിടെ തന്നെ കിടന്നു. അവൻ ഒന്നുകൂടെ പറഞ്ഞു, എന്നിട്ട് അവൾ അനങ്ങുന്നില്ല എന്ന് കണ്ടതും പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. ഉള്ള സ്ഥലത്ത് കിടന്ന് അരക്കെട്ട് കൊണ്ട് അവൾക്കൊരു ഉന്ത് വെച്ച് കൊടുത്തു. ഉന്തിയപ്പോൾ കുറച്ച് ഊക്കോടെ കൂടി ആയിപ്പോയി. അതിനാൽ മറുവശത്തു കൂടി അവൾ താഴേക്ക് വീണു. അമ്മേ! അവൾ വീണ വീഴ്ചയിൽ നിലവിളിച്ചു പോയി. ബെഡിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഓം വീണ് കിടക്കുന്ന നന്ദുവിനരികിൽ ചെന്നു. എഴുന്നേൽക്കാനാവാതെ അവൾ അതുപോലെ കിടന്നിട്ടുണ്ട്. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുമുണ്ട്. അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ലായിരുന്നു. അവൾ വാശി കാണിച്ചപ്പോൾ അവനും വാശിയായി. സോറി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. അവൾ സ്വയം എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഓം അവളുടെ എതിർപ്പുകൾ വകവെക്കാതെ അവളെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. വേദനയിൽ കുതിർന്നൊരു കരച്ചിൽ അവളിൽ നിന്നുയർന്നു. വേദനയുണ്ടോ? എവിടെയാ വേദനിക്കുന്നത്? ഓം ആദിയോട് ചോദിക്കുന്നുണ്ട്. നന്ദു മറുപടി പറയാതെ തിരിഞ്ഞു കിടക്കാനൊരുങ്ങി. വേദന കാരണം അവൾക്ക് ഒന്നിനും പറ്റുന്നില്ലായിരുന്നു. അവൾ തൻ്റെ ഇടുപ്പിൽ കൈവച്ചു വേദന കടിച്ചു പിടിച്ചു. ഓം മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ ധരിച്ചിരുന്ന ടോപ്പ് പൊക്കിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. നന്ദു തൻ്റെ ടോപ്പ് താഴ്ത്താൻ നോക്കി. അവൻ അവളുടെ കൈയെടുത്ത് മാറ്റി അവളെ കൂർപ്പിച്ചു നോക്കി. അതെ, ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല, അടങ്ങിക്കിടന്നോ. ആ പറച്ചിലിൽ ഗൗരവം കലർന്നിരുന്നു. വേദന കാരണം പിന്നെ അവൾ ഒന്നും പറയാൻ നിന്നില്ല. എവിടെയാ വേദന? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ തൻ്റെ ഇടുപ്പ് അവനെ കാട്ടിക്കൊടുത്തു. അവിടം നല്ലോണം ചുവന്ന് കരിനിഴലിച്ചു കിടപ്പുണ്ട്. അവനവിടം പതിയെ തൊട്ടു നോക്കിയതും അവൾ എരിവലിച്ചു. ഇവിടെ വേദനയ്ക്കുള്ള മരുന്നുണ്ടോ? അവൻ ചോദിച്ചു. മറുപടി എന്ന പോലെ അവൾ തൻ്റെ വാർഡ്രോബ് കാട്ടിക്കൊടുത്തു. അവൻ വാർഡ്രോബ് തുറന്ന് മരുന്നെടുത്ത് അവളുടെ അരികിൽ വന്നിരുന്നു. അപ്പോഴൊക്കെ അവൾ തൻ്റെ ടോപ്പ് താഴ്ത്തി വെച്ചിരുന്നു. നിന്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഡോക്ടറാണെന്ന് കരുതിയാൽ മതി. അവളുടെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ടവൻ പറഞ്ഞു. ഇവിടമൊന്നും ഞാൻ ഡോക്ടേഴ്സിന് കാണിക്കില്ല. അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഭർത്താവിന് കാണിക്കാലോ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടോപ്പ് പൊക്കി. അവൻ്റെ ആ ഭർത്താവ് എന്നുള്ള പ്രയോഗം കേട്ട് അവൾ അവനെ ഒരു നിമിഷം നോക്കി നിന്നു. അവൻ തൻ്റെ ഇടുപ്പിലേക്ക് നോക്കുന്നത് കാണവേ അവളിൽ നാണം നിറഞ്ഞു. അതേ നിമിഷം തന്നെയാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുന്നതും. അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു. തൻ്റെ പൊക്കിൾ ചുഴി മറയും വിധത്തിൽ അവൾ തൻ്റെ കൈയെടുത്ത് വയറിന് മേലെ വെച്ചതും അവൻ തടഞ്ഞില്ല. അവളുടെ പ്രവൃത്തിയിൽ അവന് ചിരിയും വരുന്നുണ്ട്. അവൻ തൻ്റെ വിരലിൽ അല്പം ഓയിൻമെൻ്റ് എടുത്ത് അവളുടെ ഇടുപ്പിൽ പതിയെ മസാജ് ചെയ്തു തുടങ്ങി. അവൻ്റെ കൈ പതിയുന്നിടം ഒരു മിന്നൽ പിണർ കടന്നു പോകുന്ന ഫീലായിരുന്നു അവൾക്ക്. അടിവയറ്റിലാകെ തണുപ്പ് പടരുന്നത് പോലെ. ആ നിമിഷം അവൾ കണ്ണിറുക്കി അടച്ചു. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ വയറിലെത്തി നിന്നു. നാഭിച്ചുഴി പകുതി കാണുന്നുണ്ട്. ഏതോ ഒരു ഉൾപ്രേരണയാലെ അവൻ അവിടെ ഒന്ന് നോക്കി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. നിമിഷങ്ങൾ കടന്നുപോയി. കഴിഞ്ഞു. അവളുടെ കണ്ണിന് മീതെ ചെറുതായി ഊതിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ധൃതിയിൽ തൻ്റെ ടോപ്പ് താഴ്ത്തി. അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ തല കുനിച്ചു. അവൾ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അതിനിടയിൽ അവൾ എഴുന്നേൽക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റിയില്ല. വേദന കാരണം വീണ്ടും അതുപോലെ കിടന്നു. എന്തിനാ ഇപ്പം എഴുന്നേക്കുന്നത്? അവളുടെ പ്രവൃത്തി കണ്ട് അവൻ ചോദിച്ചു. എനിക്ക് വാഷ്റൂമിൽ പോകണം. അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് മറുപടി. എന്നാ പിന്നെ അതൊക്കെ ചെയ്തിട്ട് എന്നോട് ഗുസ്തി പിടിച്ചാൽ പോരായിരുന്നോ? കൃത്രിമ ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. ഞാൻ ആരോടും ഗുസ്തി പിടിച്ചിട്ടില്ല. എന്നെ മനഃപൂർവ്വം വീഴ്ത്തിയതല്ലേ.
അവൾ പരിഭവിച്ചു. ശരി, ഞാൻ വീഴ്ത്തിയതാണ്. എങ്കിൽ ഞാൻ തന്നെ വാഷ്റൂമിലാക്കി തരാം എന്നും പറഞ്ഞ് അവളെയും പൊക്കിയെടുത്തുകൊണ്ടവൻ വാഷ്റൂമിലേക്ക് നടന്നു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ തറഞ്ഞു പോയിരുന്നു. അവളെ വാഷ്റൂമിലാക്കി അവൻ തിരികെ ബെഡിൽ വന്നിരുന്നു. അവനെ വിളിക്കാതെ അവൾ സ്വയം തിരിച്ചു വരാൻ ഒരുങ്ങി. മുറിയിലേക്ക് കാലെടുത്തു വെച്ചതും കാല് തന്നെ അവൾ പിന്നെയും വീഴുകയായിരുന്നു. അനുസരണക്കേട് കാണിച്ചതല്ലേ, അനുഭവിച്ചു. അവളുടെ അരികിൽ വന്ന് ദേഷ്യത്തിൽ അവൻ പറഞ്ഞു. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. അത് കാണവേ പിന്നെ അവൻ ഒന്നും പറയാൻ നിന്നില്ല. അവളെയും കൈകളിലെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അവൻ അവളെ ബെഡിൽ കിടത്തി. നല്ല വേദനയുണ്ടോ, അവൻ ചോദിച്ചു. ഇല്ലെന്ന പോലെ അവൾ തലയനക്കി. മരുന്ന് പുരട്ടണോ? വേണ്ട, എന്നാ കിടന്നു, അവളെ പുതപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശേഷം അവൻ AC അഡ്ജസ്റ്റ് ചെയ്തു വെച്ച് ബെഡിൻ്റെ മറുവശം ചേർന്ന് കിടന്നു. അതിനിടയിൽ തലചരിച്ച് അവളെ നോക്കിയപ്പോൾ തന്നെ ഇമ ചിമ്മാതെ നോക്കിക്കിടക്കുന്ന നന്ദുവിനെയാണ് കാണുന്നത്. എന്താ എന്ന പോലെ അവൻ പുരികം പൊക്കിയതും ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ പുതപ്പ് തലവഴി മൂടിക്കിടന്നു. അവൻ്റെ ചുണ്ടിൽ അന്നേരം ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്ത് അവനും കണ്ണടച്ച് കിടന്നു. സിദ്ധു മുറിയിലേക്ക് വരുമ്പോൾ ഭവി കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. സാറ്റിൻ നൈറ്റി ആയിരുന്നു അവളുടെ വേഷം. അവൾ സിദ്ധുവിനെ ശ്രദ്ധിക്കാതെ തല തുടക്കാൻ തുടങ്ങി. അവളുടെ മുഖത്തും കഴുത്തിലും അങ്ങിങ്ങായി വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സിദ്ധു അവളുടെ അരികിൽ ചെന്നു പിൻകഴുത്തിൽ സ്ഥാനം പിടിച്ച ഓരോ ജലകണികകളെയും നാവ് കൊണ്ടു നുണഞ്ഞു. അവൻ്റെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത മട്ടിൽ പവി അവനെ തള്ളി മാറ്റി ടവല് കൊളുത്തിൽ തൂക്കി ബെഡിൽ വന്ന് കിടന്നു. അവളുടെ പിന്നാലെ സിദ്ധുവും ചെന്നു. മുഖം തിരിഞ്ഞ് ചരിഞ്ഞു കിടക്കുന്ന പവിയുടെ വയറിലൂടെ കൈയിട്ട് ഇറുകെ പുണർന്നു. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ പല്ല് ഞരിച്ചു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. സിദ്ധു അവളുടെ കാലുമേൽ അവൻ്റെ കാല് കയറ്റി വെച്ചു. അവൻ തൻ്റെ കാലുകൊണ്ട് അവളുടെ നൈറ്റി പൊക്കി തുടങ്ങിയതും അവൾ ഞെട്ടലോടെ അവന് നേരെ തിരിഞ്ഞു. തൻ്റെ നൈറ്റി താഴ്ത്തി അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി. അവനത് കാര്യമാക്കാതെ അവളിലേക്ക് മുഖമടിപ്പിച്ചു. അവളെ ചുംബിക്കാനൊരുങ്ങി. അവൾ അവനെ പിടിച്ചു തള്ളിയതും അവൻ ബെഡിലേക്ക് മലർന്നു വീണു. അതവനിൽ ദേഷ്യം നിറച്ചു. പവി, ഐ നീഡ് എ കിസ്. എനിക്ക് നിന്നെ ഇപ്പോൾ ചുംബിക്കണം. അവൻ്റെ പറച്ചിൽ കേട്ട് പവി അവനെ പുച്ഛിച്ചു തിരിഞ്ഞു കിടന്നു. എന്താ നിനക്ക് ഇത്രയും വാശി? നിനക്കെന്താ എന്നെ ഒന്ന് മനസ്സ് തുറന്ന് സ്നേഹിച്ച? ബലമായി അവളെ തനിക്ക് നേരെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. നിനക്കെന്താ ഇത്രയും വാശി? പവിയിൽ നിന്നും മറു ചോദ്യം ഉയർന്നു. ഞാൻ നിന്നോട് എന്ത് വാശിയാ കാട്ടിയേ? സിദ്ധുവിൻ്റെ മുഖം ചുളിഞ്ഞു. വാശി കാട്ടിയില്ലെന്ന്. എൻ്റെ ജീവിതം തന്നെ നിൻ്റെ വാശിപ്പുറത്ത് ഒടുങ്ങിയില്ലേ? നിൻ്റെ വാശി ജയിക്കാൻ വേണ്ടി നീ എന്നോട് പ്രണയം നടിച്ചു. അത് സത്യമാണെന്ന് കരുതി ഞാൻ അറിയാതെ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. പിന്നീട് നീ വാശിയോടെ നിൻ്റെ പ്രണയം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കി. ഞാൻ വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ നിൻ്റെ വാശി ഇരട്ടിച്ചു. ഒടുവിൽ ഞാൻ എപ്പോഴോ നിന്നെയും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് നീ എന്നെ സ്വന്തമാക്കാൻ തിരഞ്ഞെടുത്ത ആ ചീപ്പ് ഡ്രാമ ഉണ്ടല്ലോ, അത് ഓർക്കും തോറും എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിനും അപ്പുറം വെറുപ്പ് തോന്നുക. സിധു, നീ പോയി കാണിക്കുന്ന റൊമാൻസ് ഉണ്ടല്ലോ, അതിനിലെ വെറുപ്പിൻ്റെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക. പവി അത്രയും പറഞ്ഞു നിർത്തി. കഴിഞ്ഞോ? എന്ത് കഴിഞ്ഞോന്ന്? അവൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ പവിയിൽ നിന്നും മറു ചോദ്യം ഉയർന്നു. പറഞ്ഞു കഴിഞ്ഞോന്ന്. ആ, കഴിഞ്ഞു. എന്തേ? അവൾ തിരിച്ചു ചോദിച്ചു. എന്നാൽ പിന്നെ എനിക്കും ചിലത് പറയാനുണ്ട്. കുറേ നാളായി ഞാൻ ഈ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഡി, നീ ആരാണെന്ന് നിന്റെ വിചാരം? ഇത്തിരി സൗന്ദര്യമുണ്ട്, അതല്ലാതെ എന്ത് പിണ്ണാക്കാടി നിനക്കുള്ളത്? ഒരുപാട് പെണ്ണുങ്ങളെ എൻ്റെ പിന്നാലെ ഇഷ്ടം പറഞ്ഞു വന്നിട്ടുണ്ട്. അവരോടൊന്നും തോന്നാത്തൊരിഷ്ടം നിന്നോട് തോന്നിപ്പോയി. ഇപ്പോൾ തോന്നുക അത് തെറ്റായിപ്പോയെന്ന്. നീ എന്താ പറഞ്ഞത്? നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ചീപ്പ് ഡ്രാമ കാണിച്ചു എന്നോ? അതിന് മാത്രം ഗതികേടൊന്നും എനിക്കില്ലടി പുല്ലേ. സിദ്ധുവിൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. എന്തായിരുന്നു അന്ന് ലൈബ്രറിയിൽ വെച്ച് നടന്നത്? അതിന് പിന്നിൽ നീ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റും. ഒരു 100 തവണ ഞാനത് നിന്നോട് പറഞ്ഞിട്ടുള്ളതുമാണ്. അത് ചെയ്തത് ഞാനല്ലെന്ന്. ഇപ്പോഴും പറയുക, ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ അമ്മ സത്യം. നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല പവി. ഇനി ചെയ്യുകയില്ല. ഞാൻ അമ്മയെ പിടിച്ച് കള്ളം പറയാറില്ല. നിന്നോളല്ലെങ്കിൽ അതിനേക്കാളേറെ എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമാണ്. പിന്നെ നീ, നിൻ്റെ ഓക്സിജൻ ആടി. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. അത്രയും പറഞ്ഞു അവൻ അവളെ ബെഡിലേക്ക് പിടിച്ചു തള്ളി ഡോറിനരികിലേക്ക് നടന്നു. സിദ്ധുവിൻ്റെ ഹൃദയത്തിൽ നിന്നും മുതിർന്ന ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ ആഴത്തിൽ പതിഞ്ഞു. സിദ്ധു, നീ അല്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്തേ? അതുകൂടി പറഞ്ഞിട്ട് പോ. അത് പറയാൻ എനിക്കാവില്ല. കാരണം
നിന്നെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണത്. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു ഡോറും തുറന്ന് പുറത്തേക്ക് നടന്നു. അവൻ്റെ ആ പോക്ക് കണ്ടതും പവിയിൽ വേദന നിറഞ്ഞു. ആരായിരിക്കും സിദ്ധു പറഞ്ഞ ആ പ്രിയപ്പെട്ട ഒരാൾ? പവി ചിന്തിച്ചു. അവസാനം അത് എത്തി നിന്നത് നന്ദുവിലും. തൻ്റെ മുറിയിൽ നിന്നിറങ്ങി ഗസ്റ്റ് റൂമിലേക്ക് ചെല്ലുന്ന സിദ്ധുവിനെ അവൻ്റെ അമ്മ ഗീത ശ്രദ്ധിച്ചിരുന്നു. അടുത്ത നിമിഷം ഗസ്റ്റ് റൂമിൻ്റെ ഡോർ അടയുകയും ചെയ്തു. ഗീതയുടെ മുഖം ചുളുങ്ങി. സിദ്ധുവിൻ്റെ മുറിയിലേക്ക് നോട്ടം പായിച്ചപ്പോൾ പവി ഡോർ അടക്കുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവരും 2 മുറിയിൽ കഴിയുകയാണ് എന്ന് കണ്ടതും അവരുടെ ഉള്ളം വേദനിച്ചു. പിറ്റേന്ന് രാവിലെ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് സിദ്ധു ഒന്നും കഴിക്കാതെ നേരത്തെ പോയിരുന്നു. പവിക്ക് എന്തോ അതിൽ നല്ല വിഷമം തോന്നി. അവൾക്കും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഗീത നിർബന്ധിച്ചു അവളെ കഴിപ്പിച്ചു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവസരം പോലെ അതിനിടയിൽ ഗീത തിരക്കി. പവി ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കി. മോള് അമ്മയോട് കള്ളം പറയണ്ട. ഇന്നലെ 2 പേരും 2 മുറിയിലാണ് കിടന്നതെന്ന് അമ്മയ്ക്കറിയാം. അവൻ എന്താണ് മോളോട് ചെയ്തതെന്ന് അമ്മയ്ക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, അവനൊരു പാവ. പുറമെ ചെറിയ കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും ഉള്ളു ശുദ്ധ. മോളുടെ കാര്യക്കും അവൻ എന്നോട് പറഞ്ഞിരുന്നു. ആദ്യമൊക്കെയും കുറച്ച് വേദനിപ്പിച്ചല്ലേ. അതൊക്കെയും മോള് മനസ്സിൽ വെച്ച് നടക്കല്ലേ. ഇപ്പോൾ അവന് മോളെ ജീവനാ. എത്രയോ തവണ അവൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ വെറുക്കല്ലേ മോളെ. അമ്മ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് സിദ്ധുവിനോട് ഇഷ്ടക്കുറവുമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവന് പെട്ടെന്ന് സങ്കടം വരും. സങ്കടം വന്നാൽ ആ ചെക്കൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇന്നിപ്പോൾ മനഃപൂർവ്വം നേരത്തെ പോയതാ. ഒന്നും കഴിച്ചതുമില്ല. മോളൊരു കാര്യം ചെയ്യും. നന്ദുവും ഓമും പോകുമ്പോൾ അവരുടെ കൂടെ പോയിക്കോ. തിരികെ സിദ്ധുവിൻ്റെ കൂടെ വന്നാൽ മതി. അമ്മ അവനെ വിളിച്ച് പറഞ്ഞോളാം. ഗീത പറയുന്നത് കേട്ട് പവി തലയനക്കി. നന്ദുവിന് വയ്യാത്തത് കൊണ്ട് അവൾ കോളേജിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതെ, നല്ല കുട്ടിയായി അടങ്ങി ഒതുങ്ങി ഈ മുറിയിലിരുന്നാൽ മതി. താഴേക്ക് പോവാണെന്ന് നിൽക്കണ്ട. ഞാൻ വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഓം അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ തലയനക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങുക. അവൻ മുന്നോട്ട് നടന്നു. സാർ, അവൾ വിളിച്ചു. അവൻ ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നോക്കി. ഈ സാറ് വിളി കോളേജിൽ വെച്ച് മതി, അല്ലാത്തപ്പോൾ വേണ്ട. പിന്നെ ഞാൻ എന്താ വിളിക്കുക? പേര് വിളിക്കാൻ കൊള്ളില്ല. ഓംകാർ. എനിക്ക് ആ പേര് ഇഷ്ടമല്ല. എൻ്റെ അമ്മ വിളിച്ചിരുന്നത് അച്ചുന്നാ. എന്നാ നീയും അങ്ങനെ വിളിച്ചോ. അച്ചുന്നോ? വേണമെങ്കിൽ അതിത്തിരി മോഡിഫൈ ചെയ്തേക്ക്. എനിക്ക് നിന്നേക്കാൾ 7 വയസ്സിൻ്റെ മൂപ്പെങ്കിലും കാണും. അത്രയും പറഞ്ഞ് അവൻ മുറിവിട്ടിറങ്ങി. അവൻ പോയതും അവൾ അവൻ്റെ നാമം ഉരുവിട്ടു. അച്ചു, അച്ചുവേട്ടൻ. നന്ദുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവന് ടാറ്റ കാണിക്കാമെന്ന് കരുതി എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ബാൽക്കണി ഡോറും തുറന്നു പുറത്തേക്ക് നടന്നു. അന്നേരം ഓമിൻ്റെ കൂടെ കാറിനരികിലേക്ക് നടക്കുന്ന പവിയെയും തൻ്റെ അമ്മയും കണ്ട് അവളുടെ മുഖം ചുളുങ്ങി. ഓം ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അമ്മ പവിയെ നിർബന്ധിച്ച് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറ്റി കൈ വീശുന്നുണ്ട്. ഈ കാഴ്ച കാണവേ നന്ദുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവൾക്കെന്തോ ദേഷ്യം തോന്നി. അവൾ ദേഷ്യത്തോടെ മുറിയിലേക്ക് നടന്നു. ഓമിൻ്റെ കൂടെയുള്ള യാത്രയിൽ പവി തീർത്തും മൗനം പാലിച്ചു. മനസ്സ് മുഴുവൻ സിദ്ധു തലേ ദിവസം പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഒന്നും മിണ്ടാതെ പുറത്തേക്ക് മിഴികൾ നട്ടിരിക്കുന്ന പവിയെ കാണവേ ഓമിന് എന്തോ വല്ലായ്മ തോന്നി. അവളുടെ മുഖത്തെ വാട്ട അവൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. സിദ്ധുവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരക്കിയപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൾ ഇല്ലെന്ന് മറുപടി നൽകി. ആ പുഞ്ചിരിയിൽ പോലും വേദന കലർന്നിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവളെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ചു പോയി. ഓരോ തവണയും അവൾക്കായി വാങ്ങിച്ച ഗിഫ്റ്റുകൾ, അതൊക്കെയും എന്നാവും അവൾക്ക് കൊടുക്കാൻ പറ്റുക? അവൻ ഓർത്തു. ഒന്ന് ദീർഘമായി നിശ്വസിച്ചു കൊണ്ടവൻ ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഓം വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു. പവി അവൻ്റെ പിറകിലാണ് നടക്കുന്നത്. എല്ലാവരും ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് ഓടുന്നത് കണ്ട് ഓം കാര്യം തിരക്കി. സാറേ, അവിടെ പൊരിഞ്ഞടി നടക്കുക. ഒരുത്തൻ മറുപടി നൽകി. അടിയോ? ഓമിൻ്റെ നെറ്റിയിൽ സംശയത്തിൻ്റെ വര വീണു. അതെ സാർ, സിദ്ധുവിൻ്റെ ഗാങ്ങും അർജുൻ്റെ ഗാങ്ങും തമ്മിലാണ് അടി നടക്കുന്നത്. അതും പറഞ്ഞ് അവൻ ഗ്രൗണ്ട് ലക്ഷ്യം വെച്ച് ഓടി. സിദ്ധുവിൻ്റെ പേര് കേട്ടതും പവിയുടെ നെഞ്ചൊന്ന് പെടഞ്ഞു. ഓം പവിയൊന്ന് നോക്കി. അവളോട് പിറകെ വരാൻ പറഞ്ഞുകൊണ്ട് ഓം ഗ്രൗണ്ട് ലക്ഷ്യം വെച്ച് നടന്നു. പവിയും ഓമും അങ്ങോട്ടെത്തുമ്പോൾ സിദ്ധു അർജുനെ ഇട്ട് പപ്പടം പോലെ ഇടിച്ച് പരത്തുന്നുണ്ട്. അവൻ്റെ വാലുകൾ കൊണ്ടും കൊടുത്തും കൂടെ തന്നെയുണ്ട്. അതിനിടയിൽ അർജുൻ്റെ കൂടെയുള്ളവരിൽ ഒരുവൻ പിന്നിൽ നിന്നും സിദ്ധുവിൻ്റെ തലക്കടിച്ചു. ഒരു നിമിഷം
പവിയുടെ ഹൃദയമൊന്ന് നിലച്ചു പോകുമെന്ന് തോന്നിപ്പോയി. സിദ്ധു എന്ന് വിളിച്ചുകൊണ്ട് അവനരികിലേക്ക് ഓടി. കൂടെ ഓമും. ഓം ഇടപെട്ട് അടി അവസാനിപ്പിച്ചു ഇരു കൂട്ടരെയും പറഞ്ഞു വിട്ടു. സിദ്ധുവിൻ്റെ തല പൊട്ടി ചോര ഒലിക്കുന്നുണ്ട്. അത് കാണവേ പവിയുടെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ധു, ഇതേ ചോര. പവി അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. സിദ്ധു വേദന കടിച്ചമർത്തി. അതിനിടയിൽ തേജ തൻ്റെ തൂവാല എടുത്ത് സിദ്ധുവിൻ്റെ മുറിയിൽ കെട്ടി അബി അവന് വെള്ളം കുടിക്കാൻ കൊടുത്തു. ഈ സമയത്തൊക്കെ പവി അവനരികിലേക്ക് വരുമ്പോൾ സിദ്ധു മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. സിദ്ധുവിൻ്റെ ഡ്രസ്സ് മുഴുവൻ ചോരയായിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അത് കാണവേ പവിയുടെ കണ്ണുകൾ നിറഞ്ഞു. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, സിദ്ധുവിനോടായി ഓം പറഞ്ഞു. സിദ്ധു ഓമിൻ്റെ കൂടെ പോവാനൊരുങ്ങി. പവി എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച പോലെ നിന്നു. പവി, നീ കൂടെ വാ, ഓം പറഞ്ഞു. വേണ്ട, സാറ് മാത്രം വന്നാൽ മതി എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ രണ്ടും പിണങ്ങി നിൽക്കുവാണെന്ന് ഓമിന് മനസ്സിലായി. സിദ്ധു ആ പറഞ്ഞതുകൂടി കേട്ടപ്പോൾ പവിയുടെ സങ്കടം ഇരട്ടിച്ചു. അതിന് ഞാനല്ലല്ലോ നിന്റെ ഭാര്യ. പവി, നീ പോയി വണ്ടി കയറ് എന്നും പറഞ്ഞു ഓം മുന്നോട്ട് നടന്നു. പവി നിറഞ്ഞ കണ്ണാലെ സിദ്ധുവിനെ നോക്കിയപ്പോൾ അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു.